ഹേ ബഡീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇതെന്താ നിങ്ങൾ വിചാരിക്കും, ഇതെന്താ പള്ളിപ്പെരുന്നാളോ നിങ്ങൾ വിചാരിക്കും. അല്ല, ഒരു സൺസെറ്റ് ലാമ്പ് വാങ്ങിയതിൻ്റെ ഷോ ആണ്. ഇതൊന്നും എനിക്ക് ഷോ, പട്ടി ഷോ, വെറും ഷോ. സൺസെറ്റ് ലാമ്പ് കൂടിപ്പോയ ഒരാഴ്ച, അതിൽ കൂടുതൽ ഈ ഷോ ഒന്നും പോവില്ല. ഞാൻ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത പോലെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. എനിക്കറിയാതെ എല്ലാവർക്കും അറിയുന്ന സാധനം, പിന്നെ എന്തിനാണ് കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഓരോ പച്ചാമഞ്ഞ ചുവപ്പ് ഇങ്ങനെ കളർ മാറ്റി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. വെറുതെ ഷോ എന്ന് പറഞ്ഞാൽ ഷോ ആണ് ഗെയ്സ് ഇതൊക്കെ. പിന്നെ എൻ്റെ എഫേർട്ട് നിങ്ങൾ മനസ്സിലാക്കണം. പനി പിടിച്ചിട്ട് ഇത്രയും നല്ല ഡെഡിക്കേഷനോടെ വീഡിയോ ചെയ്യണം എന്നാ. അതിന് വേണ്ടി ഒരു ലൈക്ക് എല്ലാവരും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബും ചെയ്യുക. എൻ്റെ ഒച്ചയ്ക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പം ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ വീഡിയോ വാൾ ഡെക്കോർസാണ്, വാൾ പോസ്റ്റേഴ്സാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇത് വാൾ ഡെക്കോർ പ്ലസ് ഒരു ജേർണൽ പാറ്റേൺ പേപ്പർ എന്ന് വേണമെങ്കിൽ പറയാം. വേണ്ടിയവർക്ക് അത് വാൾമേൽ സ്റ്റിക്ക് ചെയ്യാം, വേണ്ടിയവർക്ക് അത് ജേർണലാക്കാം. അപ്പം ഇതൊരു സാധാ നോട്ട്ബുക്ക് 4 മടക്കി കീറിയതാട്ടോ. ഇത് എൻ്റെ ഒരു A4 ഉള്ളായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത്. നിങ്ങൾ A4 അത് 4 മടക്കിയാൽ മതി. അപ്പോൾ കറക്റ്റ് ഇതിൻ്റെ സൈസ് കിട്ടും കേട്ടോ. ഇത് കുറച്ച് ചെറുതാണ്. നിങ്ങൾ പേസ്റ്റൽ ബ്രഷ് പെൻ അല്ലെങ്കിൽ നോർമൽ ബ്രഷ് പെൻ ഉണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും നമുക്ക് ചെയ്ത് നോക്കാം. അതില്ലെങ്കിൽ സ്കെച്ചാണെങ്കിലും ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ എന്തായാലും പേസ്റ്റൽ ബ്രഷ് പെൻ കൊണ്ടാണ് ചെയ്യുന്നത്. എനിക്ക് ഇനി സ്കെച്ച് വെച്ചിട്ടുള്ള വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളതും ചെയ്യും. 20 എണ്ണമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് ഫസ്റ്റത്തെ എന്തായാലും നോക്കാം. ആദ്യത്തെ ഞാൻ റാൻഡമായി കണ്ണടിച്ചൊരു യെല്ലോ കളർ എടുത്ത്, അതിൽ പിന്നെ നമ്മൾ ക്യൂട്ട് ആൻഡ് ക്യൂട്ടസ്റ്റ് ആണല്ലോ ഗ്രിഡ് ലൈൻസ് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സിഗ്നേച്ചർ പിക്ചറാണ്, ഒരു പാറ്റേൺ ആണ് ഗ്രിഡ് ലൈൻസ്. അപ്പോൾ ഞാൻ ആദ്യം ചെറിയ വര, വലിയ വര, ചെറിയ വര, വലിയ വര അങ്ങനെയൊക്കെ ആക്കി വരയ്ക്കുകയാണ്. അപ്പം ആ ലൈറ്റ് ഞാൻ ഓഫാക്കി, നിങ്ങൾക്ക് തന്നെ ഒന്നും കാണുന്നില്ല എനിക്കറിയാം, ഞാൻ ഓഫാക്കി. അപ്പോൾ ഒരു പാറ്റേൺ പേപ്പർ സെറ്റായി. നമുക്ക് വേണം ഇപ്പോൾ എന്നോടൊക്കെ എന്തെങ്കിലും എഴുതാം, പക്ഷെ ഞാൻ എഴുതില്ല, എനിക്കിങ്ങനെ ഇഷ്ടമാണ്. നമ്മൾ രണ്ടാമത്തെ വെച്ചാൽ ഞാൻ എടുക്കുന്ന കളറ് ഓറഞ്ചാണ്. ഞാൻ കണ്ണടിച്ച് റാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഓറഞ്ച് കിട്ടി. ഓറഞ്ചിൽ ഇങ്ങനെ നമ്മൾ പശുവിൻ്റെ മേത്തുള്ളൊരു ഡിസൈനില്ലേ, അമീബ ഷേപ്പ്, അതിങ്ങനെ കുറച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടിസ്ഥലമായിട്ട് തലകുത്തനെ വരച്ചിട്ട് ഇടയിൽ സ്പേസിലെടുത്ത് എനിക്കിങ്ങനെ കുത്തി നിറച്ച് കാണണം. അതുകൊണ്ട് കുറേ കുത്തഹ കിട്ടിട്ട് പിന്നെ അതിൻ്റെ 2 ഇടയിൽ കൂടി ഇങ്ങനെ കറക്റ്റ് സ്ഥലമല്ലാണ്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. എനിക്കെങ്ങനെ പറയേണ്ടതെന്നറിയില്ല, നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പാറ്റേൺ പേപ്പറും സെറ്റായി. നമ്മുടെ മൂന്നാമത്തെ പാറ്റേൺ പേപ്പർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനൊരു കളർഫുള്ളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും കളറും ഒക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ആ അട്ടത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഞങ്ങൾക്ക് ആർക്കും കാണുന്നില്ല. അപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ക്യാമറയ്ക്ക് നോക്കുമ്പോൾ അത് മനസ്സിലാവണം. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് നീക്കി വെക്കും, പിന്നെയും പഴയ സ്ഥലത്ത് തന്നെ വെക്കും, പിന്നെയും നീക്കി വെക്കും. അങ്ങനെ റാൻഡം എല്ലാ കളേഴ്സും എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ലൈൻസ് ഇങ്ങനെ തലങ്ങും വിലങ്ങും വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞപ്പോഴത്തെ എൻ്റെ ശ്വാസം പോയി. ഞാൻ മൊത്തം ഇങ്ങനെ വരച്ച് സ്പേസ് ഇല്ലാണ്ടാക്കി. അതിൽ നമ്മളിങ്ങനെ പോപ്പർ പൊട്ടിക്കണ പോലെ ഇങ്ങനെ കുറേ സ്റ്റാർസും സ്പാർക്ലിങ്ങും ഒക്കെ ഇങ്ങനെ വരച്ചു കൊടുത്ത് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. എന്തൊക്കെയോ കുന്തങ്ങനെ വരയ്ക്കുക, പടക്കം പൊട്ടിയ പോലെ ദീപാവലി എഫക്റ്റ് ഉണ്ട് എനിക്കറിയാം. പിന്നെ ഫുൾ കുത്തഹായി അങ്ങനെ എടുത്ത പാറ്റേൺ പേപ്പർ. പക്ഷേ അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. നമ്മൾ നാലാമത്തെ പാറ്റേൺ പേപ്പറാണ്. കുറേ എണ്ണുണ്ട്, അവസാനം ചെയ്ത് തീരാണ്ട് എന്തൊക്കെയോ പാറ്റേണാണ് ചെയ്ത് കേട്ടോ. ഞാൻ ഇങ്ങനെ മറ്റേ ജിലേബി പോലത്തെ ഇങ്ങനത്തെ സാധനം നമ്മൾ വരച്ചെടുത്തിട്ടോ. ഒച്ചിൻ്റെ ഒക്കെ ഉണ്ടാവുന്ന സാധനമല്ലേ, ജിലേബി എന്ന് പറയാം നമുക്ക്. ജിലേബി പോലെ ഇങ്ങനെ വരച്ചെടുത്തു, റാൻഡം എല്ലാ കളേഴ്സും വെച്ചിട്ട്. ഈ പാറ്റേൺ പേപ്പറൊക്കെ എൻ്റെ ചുമരുമ്മൽ ഒട്ടിച്ചു കേട്ടോ. പക്ഷെ എപ്പോഴാണ് ജേർണലിൽ എടുക്കാൻ പറയാൻ പറ്റില്ല. അപ്പം ഇതെങ്ങനെയെല്ലാം പിന്നെ നമ്മളിപ്പോൾ എന്നോണ്ട് അതിൻ്റെ മേലക്കൂടിയൊക്കെ ഇങ്ങനെ വരച്ചു, മീൻസ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ കൊടുത്തു ആക്കി. പനി ആയതുകൊണ്ട് എൻ്റെ ഒച്ച ഒരുമാതിരി ആയിരിക്കും, ഒക്കെ എല്ലാവരും ക്ഷമിക്കുക. അടുത്തത് എത്ര നമ്പർ എന്നൊക്കെ എന്നെ മറന്നുപോയി. അടുത്ത് ഞാൻ ഇങ്ങനെ ഒരു ഹാർട്ടാണ് വരയ്ക്കുന്നത്. ഒന്നും കിട്ടായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണത്. ഇങ്ങനെ മൊത്തം കുത്തി നിറച്ച് ഹാർട്ടൊക്കെ വരച്ച്, എന്നിട്ട് നടുവിൽ ലവ് എന്നൊക്കെ എഴുതി
എൻ്റെ കട്ടിങ് മാറ്റിലാണെങ്കിൽ ഓട്ട വരിയത് എഴുതും പറ്റി പിന്നെ ഒരു CP ഒക്കെ വരച്ചിട്ട് അങ്ങനെ തന്നെ സെറ്റാക്കി. ഇങ്ങനെ അടുത്ത പാറ്റേൺ പേപ്പർ സെറ്റായി. ഇനി അടുത്തത് ഒരു ക്ലൗഡ് തീമാണ്. ക്ലൗഡിനായിരുന്നു ഞാൻ ആ കളർ എടുത്തത്, പക്ഷേ ആ കളർ ചെറുതായി മാറിപ്പോയി. അപ്പോൾ ഞാൻ ഈ കളർ എടുത്തു. നേരത്തെ ആ ഹാർട്ടിൻ്റെ ഇല്ലാട്ടോ ഞാൻ പറഞ്ഞൊക്കെ അങ്ങനെ ക്ലൗഡ് വരച്ചു. ക്ലൗഡിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ക്ലൗഡിൻ്റെ പാറ്റേൺ. നമ്മളതും സെറ്റായി. നമ്മുടെ അടുത്തത് ഞാൻ എന്തൊക്കെയോ കോക്രിയാണെന്ന് കാണിക്കുന്നുണ്ട്. അടുത്തൊരു ഗ്രിഡ് ലൈൻസിൽ തന്നെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ സൈഡിലോട്ടില്ലാണ്ട് താഴോട്ട് മാത്രം ഇങ്ങനെ വരച്ച് ലാവൻഡറിൻ്റെ 2 ഷെയ്ഡ് എടുത്തിട്ട് ഇങ്ങനെ വരച്ചിട്ടോ. അടുത്ത പാറ്റേൺ പേപ്പർ ഞാൻ ചെയ്യുന്നത് എന്താ കൊടുക്കേണ്ടതെന്ന് എനിക്കെല്ലാം ഇങ്ങനെ ക്യാമറ പടച്ച് കളിക്കിയത്. ഞാൻ ഈ സിൽവർ കൊണ്ടൊന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വരച്ചു. ഞാൻ എല്ലാ കളേഴ്സും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് അല്ലാത്ത സിൽവർ കൊണ്ട് ജസ്റ്റ് അങ്ങനെ വരച്ചു ഒരു ലൈനിങ്. പിന്നെ അടുത്തതിന് ഒരു പച്ച കളർ എടുത്തു. പച്ച കളറിൽ ഞാൻ അതുപോലെ വരച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റും വരച്ചു. ഇപ്പം ഞാൻ ഈ പേപ്പർ കറക്കി കളിക്കണം നിങ്ങൾക്ക് കാണാം കേട്ടോ. ഉണ്ടോ കറക്കിയാണ് കൊടുക്കേണ്ടതെന്ന് അറിയട്ടോ. ഞാൻ അങ്ങനെ ഒരു പിസ്തപ്പച്ചയും സാദാ പച്ചയും വെച്ച് അങ്ങനെ ചെയ്തു. കിളിപ്പച്ച, പിസ്തപ്പച്ച എല്ലാ പച്ചയും കൊണ്ട് ഇങ്ങനെ ചെയ്തു. ഇനി അടുത്ത ഒരു എന്താ ഇനി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തോ ഒരു സാധനം നമ്മൾ പോപ്പറൊക്കെ പൊട്ടിച്ചുള്ള പോലെ ചെയ്തിട്ടോ. മഴയൊക്കെ പെയ്ത പോലെ ചെയ്തു. ഇനി അടുത്ത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഞാൻ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുകയല്ല, ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇതൊക്കെ എന്താണ് നിങ്ങൾ വിചാരിക്കേണ്ട. ഒക്കെ ഒരു പേസ്റ്റൽ വാൾ പോസ്റ്റേഴ്സ് ആട്ടോ. അപ്പോൾ അടുത്തങ്ങനെ ഇങ്ങനെ വേവ് പോലത്തെ ഗ്രിഡ് ലൈൻസ് ഇങ്ങനെ വരച്ചു കേട്ടോ. ഇങ്ങനെ ആക്കി വരച്ചു. അതിൻ്റെ ഇടയിൽ കൂടി 2-3 ഹാർട്ടൊക്കെ കുത്തിക്കയറ്റി. 2-3 എല്ലാ കളേഴ്സിലും ഹാർട്ട് കുത്തിക്കയറ്റി ഇങ്ങനെ കൊടുക്കുകയാണ് വെറുതെ. ഇങ്ങനെ എനിക്ക് ഓവറാക്കി ചാളാക്കുക അല്ലെങ്കിലും എൻ്റെ ഒരു ഇതാണ് കേട്ടോ. രക്തത്തിൽ അലിഞ്ഞ് ചേർന്നൊരു സംഭവമാണ് ഓവറാക്കി കോളാക്കണത്. അതിൻ്റെ അടുത്ത് നമ്മളൊരു പിങ്ക് വെച്ചിട്ട് ഇങ്ങനെ ജിലേബിൻ്റെ വലിയ ജിലേബിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിങ്ക് കളറുണ്ട്. ഇങ്ങനെ മൊത്തം നമ്മളൊരു ഇല്യൂഷൻ പോലായിട്ട് ചെയ്തു. പക്ഷേ ഇല്യൂഷനൊന്നും ആയില്ല എന്നേ ഉള്ളൂ. നമ്മൾ ഇനി ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഇനി 7 പേപ്പർ സെറ്റ് ഉണ്ട് കേട്ടോ. തീരണില്ല. 20 എണ്ണമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിനായിട്ട് ഇങ്ങനെ എടുത്തത്. ഇനി പിന്നെ ചെയ്തതൊന്നും തീരില്ല. പിന്നെ ഇങ്ങനെ ഗ്രിഡ് ലൈൻസ് വരച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടി വേവ് കൊടുത്തു കേട്ടോ. അപ്പം അതങ്ങനെ ഡിസൈൻ. അടുത്ത് ഇത് ലാസ്റ്റ് എല്ലാം ചുമരിൽ വെച്ച് കാണിച്ചു കേട്ടോ. ഇതും അടിപൊളി ഒരു ഡിസൈൻ. അതിങ്ങനെ ലാവൻഡർ കൊണ്ട് ഇങ്ങനെ കൊടുത്തു. അടുത്ത് എന്താ പറയുക, ഒരു ഇങ്ങനെ ഇപ്പോൾ എന്തോ ഒരു സാധനം ഇങ്ങനെ പോണ വെച്ചു വരച്ചിട്ടോ. ഒന്നും ഇല്ലാത്തതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഒന്നും കിട്ടായിട്ടാണ്. അടുത്ത് ഞാനൊരു സ്പൈഡർ വെബ് പോലത്തെ ഒരു സാധനമാണ് ചെയ്യുന്നത് കേട്ടോ. കണ്ടതുപോലെ ഇങ്ങനെ സ്പൈഡർ വെബ് പോലെ ഇങ്ങനെ വരച്ചു. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു സ്ഥലത്തൊന്നും കിട്ടാത്തൊരു ഇതാട്ടോ. അടുത്തതിൽ ഞാനൊരു ഹാർട്ട് വരച്ചിട്ട് അതിൽ പെന്നുകൊണ്ട് അതിൻ്റെ സൈഡിൽ ഹാർട്ട് വരച്ചു. ഇത് വലിയ രസമൊന്നും ഇല്ലെങ്കിലും സിമ്പിളാണെങ്കിലും എന്തോ ഒരു രസം ഉണ്ടായിരുന്നു. അടുത്ത പിന്നെ എൻ്റെ ഒരു സ്ഥിരം ഡിസൈനാണ്. ഇതെന്താ ലാസ്റ്റിലേക്ക് ചെയ്തതെന്ന് എനിക്കറിയില്ല. കുത്ത് കൊടുത്തിട്ട് അതിൽ ഡെയ്സി ഫ്ലവറിന് ഞാൻ വിളിക്കുന്ന ഡെയ്സി ഫ്ലവർ വരച്ച്. നിങ്ങളിത് കണ്ടിട്ട് ഇത് ഡെയ്സി ഫ്ലവറും ചോദിക്കരുത്. ഞാനിതിന് ഡെയ്സി ഫ്ലവർ എന്നാണ് വിളിക്കുക. എൻ്റെ ഒരു ഡെയ്സി ഫ്ലവറാണത്. അങ്ങനെ എല്ലാ കളേഴ്സും ഏകദേശം എല്ലാ കളേഴ്സും അതിലിങ്ങനെ കൊടുത്ത് ഫ്ലവേഴ്സ് വരച്ചതിൻ്റെ ഒരു സിഗ്നേച്ചർ ആർട്ടാണിത്. ഈ പേസ്റ്റൽ ബ്രഷ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഇതാണ് ചെയ്ത് നോക്കിയത്. അങ്ങനെ അതും സെറ്റായി. നമ്മുടെ ലാസ്റ്റ് സാധനം ഇത് കുറച്ച് നന്നാക്കണം എനിക്കുണ്ട് ഇനി. പക്ഷെ എന്താ പറയുക, നന്നായില്ല. എന്താക്കാനാ. ഞാനൊരു ടുലിപ്പായിരുന്നു വിചാരിച്ചത്. സാധാരണ വരയ്ക്കുന്ന ടുലിപ്പൊക്കെ അടിപൊളിയാവാറുണ്ട്. സ്വയംപൊക്കല്ല എന്നാലും. പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ ഒന്നും റെഡിയാവില്ല. എന്താണെന്ന് എനിക്കറിയൂല കേട്ടോ. ഞാൻ ഇത് ചെയ്യുമ്പോൾ എന്തൊക്കെയോ വർത്താനം പറയട്ടെ, പക്ഷെ ഇതൊക്കെ പറയാനൊന്നും കിട്ടില്ല. അങ്ങനെ അതിന് ഡിസൈനൊക്കെ ഇങ്ങനെ പെന്നുകൊണ്ട് കൊടുത്ത് കോളാക്കി അങ്ങനെ ചെയ്ത് അടുത്ത പോസ്റ്ററും സെറ്റ് ചെയ്ത്. ഇതൊക്കെ വാൾമേലൊട്ടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഞാൻ അതിൻ്റെ അപ്പുറത്ത് ഇതൊക്കെ ലൈറ്റൊക്കെ അടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫേവറേറ്റ് ആട്ടോ. പിന്നെ ബാക്കിയെല്ലാം ചെയ്ത് ഇഷ്ടമില്ലാത്ത ഇതും അങ്ങനെയൊക്കെയാണ്.
അപ്പം ഇത് ഇഷ്ടപ്പെട്ടല്ല ട്രൈ ചെയ്ത് നോക്കി. ഇത് 2-in-1 ആയിട്ടാട്ടോ, പാറ്റേൺ പേപ്പറും പോസ്റ്റേഴ്സും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തൊരു വീഡിയോ അല്ല, ഒരു വൈബാണ്. അപ്പോൾ ബൈ ബൈ.